കണ്ണൂർ പയ്യന്നൂരുള്ള ഈ രണ്ട് കുട്ടികളെ അവരുടെ സ്വന്തം പിതാവ് ജീവനില്ലാതാക്കിയത് ഭാര്യയോടുള്ളൊരു തർക്കവും ഭാര്യ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ഭാര്യനെ ഒന്നുമല്ലാത്തൊരു ഭാര്യനെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ഒരു എയർ ഹോസ്റ്റസ് ആക്കിയിട്ട് ഖത്തറിൽ കൊണ്ടുപോയി ഖത്തർ എയർവേസിലൊരു ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് എയർ ഹോസ്റ്റസൊക്കെ ആക്കിയിട്ട് വലിയ ലൈഫായപ്പോൾ പിന്നെ ഇവൾക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റായി, ഭർത്താവിനേക്കാൾ വലിയ നിലയിലായി, കുറേ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങലായിട്ട് ജീവിതം തകർന്നൊരു പുരുഷനെ എനിക്കറിയാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഈ രണ്ട് കുട്ടികളുടെ മുഖം കാണുമ്പോൾ ആ വേദന ഉള്ളിൽ നിന്ന് പോകുന്നില്ല. കണ്ണൂർ പയ്യന്നൂരുള്ള ഈ രണ്ട് കുട്ടികളെ അവരുടെ സ്വന്തം പിതാവ് ജീവനില്ലാതാക്കിയത് ഭാര്യയോടുള്ളൊരു തർക്കവും ഭാര്യ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. കുറേ ഭാര്യമാർ ഇല്ലാത്ത കുറേ പരാതികൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ ഉന്നയിക്കും. എന്നിട്ട് കുറേ കേസും കാര്യങ്ങളും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കും. ഒടുവിൽ ചിലരൊക്കെ ഇങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോഴോ ജീവനെടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയാറ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്ത്രീകളുടെ അനാവശ്യമായ പരാതികളിൽ ജീവിതം തകർന്നു പോയ ഒരുപാട് ആളുകൾ. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചപ്പോൾ അയാൾ കരുതിയത് അയാൾ ലേശം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള കല്യാണമൊക്കെ ആകുമ്പോൾ ഭാര്യ താൻ പറഞ്ഞതൊക്കെ കേൾക്കും, നല്ല സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇയാൾ കരുതിയത്. അങ്ങനെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു. ആ വീട്ടുകാർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുത്തു. അവരുടെ ആ ഭാര്യയുടെ സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഭാര്യയുടെ ആങ്ങളെ ഗൾഫിലേക്ക് ഇയാൾ ഗൾഫിലാണ്, ഒരു ബിസിനസ്സുകാരനാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാര്യനെ കല്യാണം കഴിച്ചതിന് ശേഷം ബിസിനസ്സിലൊക്കെ നല്ല നല്ല ഉയർച്ച ഉണ്ടായി. അപ്പോൾ എപ്പോഴും ഇയാൾ ഭാര്യയോട് പറയും, എടി നീ വന്നതിന് ശേഷമാണ് എൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് വളർന്നത്. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇയാൾക്ക് ഭാര്യയെ ഭയങ്കര സ്നേഹമാണ്. ഇയാൾ അങ്ങനെ നാട്ടിൽ കുറേ ഭൂസ്വത്തുക്കളൊക്കെ വാങ്ങി. അപ്പോൾ അതിലൊക്കെ ചിലതൊക്കെ ഭാര്യയുടെ പേരിലാണ്, ചിലതൊക്കെ ഭാര്യയുടെയും അയാളുടെയും പേരിലാണ്. അങ്ങനെ മക്കളുണ്ടായി സന്തോഷമായിട്ട് ഇയാൾ ഗൾഫിൽ നന്നായിട്ട് ജീവിക്കുക. രണ്ട് മക്കളാണ് ഇവർക്കുള്ളത്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. പിന്നെ ഭാര്യയുടെ സ്വഭാവങ്ങളൊക്കെ മാറി. ഭാര്യ നാട്ടിൽ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഭാര്യയ്ക്കൊക്കെ തന്നിഷ്ടം, അതായത് ഇതൊക്കെ സ്വന്തം നിലക്ക് അധ്വാനിച്ചുണ്ടാക്കിയത് പോലത്തെ ഒരു പെരുമാറ്റമാണ് പിന്നെ ഈ ഭാര്യയ്ക്കുള്ളത്. അങ്ങനെ ഭാര്യയും ഇയാളും കൂടി പല പല പ്രശ്നങ്ങളായി. ഇവരുടെ പേരിലേക്കാക്കിയ ഭൂസ്വത്തുക്കളൊക്കെ ഇവർ പിന്നീട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭാര്യയോടൊരു സ്നേഹമില്ല, ഭാര്യയ്ക്ക് തിരിച്ച് ഭർത്താവിനോട് സ്നേഹമില്ല. ഇവർ തമ്മിലുള്ള ഭാര്യ ഭർത്ത് അകൽച്ചകൾ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ തീരുമാനിച്ചു ഇനി വേറൊരു കല്യാണം കൂടി കഴിക്കാന്നുള്ളത്. കാരണം ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടതൊന്നും സന്തോഷത്തോടെ ഇയാൾക്ക് എന്ത് കിട്ടണില്ല. ഭാര്യയുടെ വീട്ടുകാർ, അതായത് ഭാര്യയുടെ ആങ്ങളെ ഇയാൾ ഗൾഫിൽ കൊണ്ടിരുന്നല്ലോ. അപ്പോൾ ഇയാളുടെ കടയിൽ നിന്ന് എന്തോ ഭാര്യയുടെ ആങ്ങളെ ഇയാളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വലിയൊരു തുക മോഷ്ടിച്ചു, അടിച്ചു മാറ്റി. അത് ഇയാൾ കയ്യോടെ പിടിച്ചപ്പോൾ ഇയാളുടെ ഭാര്യയുടെ ആങ്ങളെ അവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ല, ഇനി ആ UAE വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആക്കി ഇയാൾ. കാരണം ഇയാൾ നല്ലൊരു തുക അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഭാര്യ സത്യത്തിൽ ആരോട് പിണങ്ങുന്നത്, ഭർത്താവിനോട് പിണങ്ങുന്നത്. എൻ്റെ ആങ്ങളോട് നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഓഞ്ഞിപ്പോൾ അത് മോഷ്ടിച്ചിക്കണമെങ്കിൽ തന്നെ അതിനിപ്പോൾ നിങ്ങളിലേക്ക് നല്ല എടുത്തിക്കണം. അങ്ങനെ ഇതിലൊരു നിസാരവൽക്കരിക്കുകയാണ്. മക്കൾ പോലും ഈ ഭാര്യയുടെ ഒപ്പമാണ്. അതായത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഇയാൾ നല്ലൊരു കാലം ഗൾഫിലും അധ്വാനിച്ചും ബിസിനസ്സാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് മക്കളോട് ഒരു അറ്റാച്ച്മെൻറ്റ് കുറവാണ്. അപ്പോൾ മക്കളും ആരെ കൂടെ നിന്ന് ഈ ഭാര്യയുടെ കൂടും. സത്യം പറഞ്ഞാൽ ഇയാൾ മക്കളിൽ നിന്നും അകന്നു, ഭാര്യയിൽ നിന്നും അകന്നു, കുടുംബക്കാരിൽ നിന്നും അകന്നു. ഇപ്പോൾ ഇയാൾക്ക് ഉമ്മയും വാപ്പയൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇയാളെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയ സ്വത്തുക്കൾ തന്നെ കുറേ ഉണ്ട്, അതന്നെ കുറേയൊക്കെ അന്യാധീനപ്പെട്ടു പോയിക്കണ്. അങ്ങനെയാണ് ഇയാൾ ഗതികെട്ടപ്പോൾ ഇയാൾ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. കല്യാണം കഴിച്ചതോടെ അതും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു ഭർത്താവ് മരണപ്പെട്ട, ഒരു കുട്ടികളൊന്നും ഇല്ലാത്തൊരു സ്ത്രീനെയാണ് ഇയാൾ കല്യാണം കഴിച്ചത്. ഇയാൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കല്യാണം കഴിക്കുക എന്ന അവസ്ഥയേക്കാൾ ഭാര്യയോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഈ മകളുടെ കല്യാണക്കാരും വന്നു നോക്കുമ്പോൾ തങ്ങന്മാരും വലിയ ആൾക്കാരും ഒക്കെ കല്യാണത്തിന് പങ്കെടുത്തു. പക്ഷേ ഈ പിതാവിനെ അറിയിച്ചത് പോലുമില്ല. അപ്പോൾ പിതാവ് ജീവിച്ചിരിക്കെ ഈ പിതാവിൻ്റെ അഭാവത്തിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചോർത്ത് ഇയാൾ ആകെ തകർന്നു പോയൊരു ജീവിതം. ഇങ്ങനെ ഇപ്പം ഞാനീ പറഞ്ഞത് ലൈഫിൽ ശരിക്കും ഉണ്ടായൊരു അനുഭവം ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ കെട്ടിയുണ്ടാക്കി. പലരും പറഞ്ഞപ്പോൾ ഇത് മാഷ് കെട്ടിയുണ്ടാക്കി, ഇതൊന്നുമല്ല. ഓരോരുത്തരുടെ ലൈഫ് ഇതിനേക്കാളും വലുതാണ്. ഒന്നുമല്ലാത്തൊരു ഭാര്യനെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ഒരു എയർ ഹോസ്റ്റസ് ആക്കിയിട്ട് ഖത്തറിൽ കൊണ്ടുപോയി ഖത്തർ എയർവേസിലൊരു ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് എയർ ഹോസ്റ്റസൊക്കെ ആക്കിയിട്ട് വലിയ ലൈഫായപ്പോൾ ഇവൾക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റായി, ഭർത്താവിനേക്കാൾ വലിയ നിലയിലായി, കുറേ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങലായിട്ട് ജീവിതം തകർന്നൊരു പുരുഷനെ എനിക്കറിയാം. അയാൾ ചെയ്തൊരു മണ്ടത്തരം, നന്നായിട്ട് പഠിക്കുന്ന പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച അവൾ ആഗ്രഹം പോലെ എന്ത് ചെയ്തു,
പഠിപ്പിച്ചിട്ട് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു, എല്ലായിടത്തും കൊണ്ടുപോകും, എല്ലാവരും പരിചയപ്പെടുത്തും. അങ്ങനെ അവൾക്കങ്ങോട്ട് ചിറക് വെച്ച് അവളങ്ങോട്ട് പറന്നപ്പോൾ പിന്നെ ഇയാൾക്ക് പിടിച്ചാൽ കിട്ടാതായി. അവന് ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങി. തന്നെക്കാളും മോശമാണ് ഭർത്താവ് ഒരു സൂപ്പർ മാർക്കറ്റിലെ ആളല്ലേ, അത്ര വലിയ ഇയാൾ കരുതിയുള്ളൂ. അങ്ങനെ അവൾ പിന്നെ വേറെ എല്ലാം ഇപ്പോൾ ഗൾഫിൽ ടിക്ടോക്കിലൊക്കെ സ്റ്റാറായിട്ട് ജീവിക്കുകയാണ്. എന്ത് സ്വന്തം ഇഷ്ടമാരെ കൂടിയും ജീവിക്കുക. ആരും നാട്ടിലത്തെ പോലെ അല്ലല്ലോ. ഈ ഒരു മനുഷ്യനോട് പറയാണ്, കുറേ കേസായി, ഇയാളുടെ സ്വത്തുക്കളൊക്കെ ഈ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, കോടികളാണ് ഈ ഭാര്യ നഷ്ടപരിഹാരം ചോദിച്ചത്, കോടികൾ. ഇയാൾ ചോദിക്കണം, എൻ്റെ കയ്യിൽ ഒരു അന്യായക്കെടുമില്ല, ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണോ എൻ്റെ തെറ്റ്? എന്നിട്ട് അവൾക്ക് കുറേ സ്ഥലങ്ങൾ ഞാൻ മേടിച്ചിട്ട്, എൻ്റെ കാശുകൊണ്ട് ഞാൻ മേടിച്ച സ്ഥലങ്ങൾ അവളുടെ പേരിലാക്കി, അത് അവളെടുത്തു. എൻ്റെ വീട് അവളെടുത്തു. എന്നെ ജീവിക്കാൻ വെച്ചോടെ എൻ്റെ മക്കളുടെ കല്യാണം പോലും പറഞ്ഞില്ല, മക്കൾ പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ പോലും ഇവരെന്ത് ചെയ്തു, ശത്രുതയിലാക്കി. ഞാനിത് പറയാൻ കാരണം, കണ്ണൂർ പയ്യന്നൂരിൽ നമ്മൾ ഇന്നലെ കേട്ടൊരു വാർത്ത. ആ മക്കളെ കാണുമ്പോൾ നമ്മുടെ മക്കളെ ഓർമ്മ വരിക അല്ലേ, എന്തൊരു സങ്കടമാണ്. ഇപ്പോൾ ഞാൻ ആ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടി, ഇപ്പോൾ ഇന്നലെ അമീർ സുൽത്താൻ, എൻ്റെ മോന് 4 വയസ്സ് പൂർത്തിയായിട്ട് ഇന്നലെ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനിന്നലെ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാനിന്നലെ ഇരിങ്ങാലക്കുട അങ്ങനെ ഒരു യാത്രയിലായിരുന്നു. ഇന്നലെ രാത്രി പുലർച്ചെയാണ് ഞാൻ എത്തിയത്, ഇന്ന് പുലർച്ചെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ മോൻ്റെ ഒരു മുഖമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കുട്ടിൻ്റെ അമീർ സുൽത്താൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. 4 വയസ്സ് കഴിഞ്ഞു, 5ാമത്തെ വയസ്സിലേക്ക് എത്തി. എല്ലാവരും എൻ്റെ മോനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കേക്ക് മുറിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിലില്ലാത്തതുകൊണ്ടൊന്നും നടന്നില്ല. നേരത്തെ അവൻ കുറച്ച് മിഠായി ഞാൻ മേടിച്ച് വെച്ച് കൊടുത്തിരുന്നു. ഓരോ സ്കൂളിൽ അവൻ്റെ കൂട്ടുകാരികൾക്ക് കൊണ്ടുകൊടുത്ത്, കൂട്ടുകാർക്കും കൊണ്ടുകൊടുത്ത്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് മോനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ദീനിനും ദുനിയാവിനും ഉപകാരപ്പെട്ട് നല്ലൊരു മോനായിട്ട് നമ്മളെല്ലാവരും മക്കൾ അള്ളാഹു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ പങ്കുവച്ചതാണ്. അപ്പോൾ ഈ ഒരു കണ്ണൂരത്തെ ഈ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കളെ ഓർമ്മ വന്നത്. അപ്പോൾ ഇയാൾ എന്താ പറയുന്നത്, കലാധരൻ, നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹം നല്ലൊരു പാചക തൊഴിലാളിയാണ്. പക്ഷേ ഈ ഭാര്യനായിട്ട് 8 മാസത്തോളമായിട്ട് കേസിലാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കണത്. ഭാര്യ കുറേ പരാതി കൊടുക്കുകയാണ്. ഭാര്യ പറയുന്നത് എന്താണ്, ഭർത്താവ് ഈ 2 കുട്ടികളെ ഭർത്താവിൻ്റെ അച്ഛൻ നെഞ്ചത്ത് കിടത്തി ഉറക്കിയതിന് പോക്സോ കേസ് കൊടുത്തുക. എത്ര കേസാണെന്നറിയോ ഭർത്താവിനെതിരെയുള്ള വിരോധത്തിന് ഭാര്യമാർ പോക്സോ കേസ് കൊടുത്തിട്ടുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകനാണ്, അതേപോലെ കൗൺസിലിങ്ങിലും വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം പല ഭർത്താക്കന്മാരും മിണ്ടാൻ പറ്റാണ്ടാണ്, പലരും ജീവൻ ഒടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തത്, ഈ ക്രൂരത ചെയ്തത് കൊണ്ടാണ് നമ്മളിത് അറിഞ്ഞത്. അല്ലെങ്കിൽ ഇവർ ഈ ഭർത്താക്കന്മാരുടെ ആണുങ്ങളുടെ വിഷമം ആരെ അഡ്രസ്സ് ചെയ്യുക, പറയുമ്പോൾ എല്ലാവരും പെണ്ണുങ്ങളുടെ കഥകളെ, ഞാനടക്കം അങ്ങനെ തന്നെ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് ആണുങ്ങൾ ഈ വേദന അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കലാധരൻ എഴുതി വെച്ചിക്കാണ്, മൊബൈലിൻ്റെ ലോക്ക് തുറക്കാനുള്ള ഇതുവരെ ആൾ വലിയ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഈ മക്കളെ അമ്മ ഉപദ്രവിച്ചതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഈ മക്കൾ പറഞ്ഞത് ഞങ്ങൾ അമ്മയുടെ അടുത്ത് നിൽക്കണില്ല, ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേ നിൽക്കുന്നുള്ളൂ. കാരണം കോടതി പറഞ്ഞു അമ്മയുടെ കൂടെ പോവാൻ, കോടതി പറഞ്ഞ് അമ്മയുടെ കൂടെ പറഞ്ഞേക്കണം മക്കളെ. എന്നിട്ട് പോലീസ് വിളിച്ചു, നിങ്ങളെ മക്കളെ പറഞ്ഞേക്കുന്നുണ്ടോ? കലാധരൻ്റെ മുൻപിൽ ഒരു മാർഗ്ഗവും ഉണ്ടാകില്ല, മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റണില്ല. ഭാര്യയാണെങ്കിൽ കേസ് കൊടുത്തിട്ട് ഈ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കണില്ല. അവസാന നിമിഷമാണ് ആ മനുഷ്യൻ ഒരു കടുംകൈ ചെയ്തത്. നല്ല പാലിൽ ഇത് കലക്കിയിട്ട് ആ മക്കളപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അച്ഛൻ സ്നേഹത്തോടെ തരുന്ന പാലാണെന്നുള്ളത്. അത് കുടിച്ചിട്ട് ഈ മക്കൾ അങ്ങോട്ട് മരിച്ചണ്ട് വീണു. എന്നിട്ട് ഈ അമ്മയും ഇയാളെ കലാധരൻ്റെ അമ്മയും എന്ത് ചെയ്തു, ജീവനൊടുക്കി. ആ പാവം, ഇവർക്കൊരച്ഛനുണ്ട്. ഈ കുട്ടികളെ തൊട്ടാൽ പോക്സോ കേസാണെന്ന് പറഞ്ഞിട്ട് കുടുക്കിയിട്ട് ആ മനുഷ്യൻ വേറെ വീട്ടിലാ താമസം. അയാൾ വന്ന് വീട് തുറക്കാൻ നോക്കുമ്പോഴാണ് ഇവർ മരണപ്പെട്ടത് കണ്ടത്. എത്ര കുടുംബങ്ങളിലാണെന്നറിയോ ഈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് പോക്സോ കേസ് ഉണ്ടാക്കാം, എന്നിട്ട് ഇതൊന്നൊക്കെ ഇല്ലാത്ത നഷ്ടപരിഹാരം ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ തിന്നിട്ട് ഇതൊക്കെ തടിമ പിടിക്കും തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ആ ഒരു ഭാര്യ, മക്കളും പോയി, ഭർത്താവും പോയി, ഇനി അവരെവിടെ കേസ് കൊടുക്കുക? ഈ വാശിയിൽ തകരുന്നത് ആരാണെന്നറിയോ? മക്കളുടെ ലൈഫാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ തകരുന്നത് ആരുടെ ലൈഫാണ്? മക്കളുടെ ലൈഫാണ്. ഞാൻ ആ ഒരു അച്ഛൻ, ആ കലാധരൻ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് മക്കളുടെ ജീവനെടുത്തതെന്നൊക്കെ പറയണവരുണ്ട്. ഞാൻ ഒരിക്കലും ആ അച്ഛനെ സപ്പോർട്ട് ചെയ്യൂല. ആ മക്കളൊരു അല്പമെങ്കിലും അയാൾ ജെന്യുവിനായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ആ മക്കളുടെ ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചതാരാണ്? ആ ഭാര്യയുടെ അനാവശ്യമായ വാശിയാണ്. ലൈഫിൽ നമ്മൾ വാശി വിട്ടേച്ചിട്ട് നല്ലപോലെ ജീവിക്കാൻ തുടങ്ങുക. ഇങ്ങനെ ഒരുപാട് ആണുങ്ങൾ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പരിചയത്തിലും അനുഭവത്തിലും ഉണ്ടാകും, ഭാര്യമാർ കൊടുക്കുന്ന അനാവശ്യ പരാതികളിൽ ജീവിതം തകർന്ന ഒരുപാട് ആണുങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഇത് വീഡിയോ പറയുമ്പോൾ എനിക്ക് തോന്നും ഞാൻ എല്ലാ സ്ത്രീകളൊന്നും പറഞ്ഞിട്ടില്ല, പൊതുവേ ചില കേസുകൾ പറഞ്ഞത്, എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. സ്വന്തം ഭാര്യയെ എയർ ഹോസ്റ്റസ് ആക്കി പഠിപ്പിച്ച് വലുതാക്കിയിട്ട് മറ്റുള്ളവരെ കൂടെ കിടക്ക പങ്കിടുന്ന ഒരവസ്ഥയിലേക്ക് ഭാര്യ പറന്നു പോയാൽ ഒരു ഭർത്താവിനെ അപ്പോഴും കുറ്റപ്പെടുത്തുന്നവരുണ്ട്.
ഈ എന്തിനാ അവളെ പഠിപ്പിച്ചത് എന്നുള്ളത്. സ്വന്തം ഭാര്യയെ പഠിപ്പിക്കണ തെറ്റാണ്. പക്ഷേ ഈ സ്വഭാവമുള്ള ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ തുറന്നു കാട്ടിയതാണ്. അല്ലാതെ ഞാൻ പെണ്ണുങ്ങളെ ആക്ഷേപിച്ചതെന്ന് പറഞ്ഞിങ്ങോട്ട് കമൻ്റ് ഇട്ട് വരരുതേ. ഇപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലവ് ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് നല്ലപോലെ സ്നേഹിക്കുക. മക്കളെ അതിൽ ദ്രോഹിക്കരുത്. ഇഷ്ടം പോലെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓര് ചെയ്യുന്ന പരിപാടി മക്കളെ അങ്ങോട്ട് ജീവനില്ലാതാക്കിയിട്ട് അവരങ്ങോട്ട് എൻ്റെ കുട്ടികളെ ഞാനും നോക്കൂലല്ലോ, ഓഞ്ഞ് വേറെ കല്യാണം കഴിച്ചു പോലെന്നുള്ളത്. അത്തരം ഇമോഷൻസിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1926 എന്നുള്ളതാണ് സമസ്ത രൂപീകരിച്ച വർഷം. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സമസ്തയുടെ ആദ്യത്തെ സമസ്ത ഉണ്ടാക്കിയതിന് ശേഷമുള്ള പ്രഥമ പ്രസിഡന്റിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.